ഭരണത്തെക്കുറിച്ച് പരാതി പറയേണ്ട അവസ്ഥയിൽ കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും പലപ്പോഴും എത്തിപ്പെടാറുന്ന അവസ്ഥകൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതിൽ ഭൂരിപക്ഷവും ഈ മതങ്ങളുമായി ബന്ധപ്പെട്ട ചടങ്ങുകളോ അല്ലെങ്കിൽ ഉത്സവങ്ങളോ ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ടാണ്. എന്താണ് താങ്കൾക്ക് അതിൽ പറയാനുള്ളത്? സാർ ഈ വിഷയം ഇന്ന് ചർച്ചയ്ക്കെടുത്തതിൽ ഒത്തിരി അഭിനന്ദിക്കുകയാണ്. കാരണം ഇത് ഒരു വളരെ ഏറ്റവും കൂടുതൽ വിങ്ങി നിന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈ വിഷയം കൊണ്ട്. കാരണം ഞാനൊരു അമ്പലത്തിന്റെ അടുത്ത് താമസിക്കണം. അവിടെ ഈ ഉത്സവം വരുമ്പോഴത്തേക്കും മറ്റു 41 വരുമ്പോഴത്തേക്ക് മുകളിൽ കൊണ്ട്, അതായത് ഏറ്റവും മരത്തിന്റെ മുകളിൽ കൊണ്ടുവന്ന് 4-5 മെയ്ക്ക് എന്നിട്ട് കോളാമ്പി കെട്ടിയങ്ങ് വെക്കും. ഞാനൊരു ക്രിസ്തീയ മതവിശ്വാസി ആയതുകൊണ്ട് എനിക്ക് പരാതി കൊടുക്കാൻ പറ്റത്തില്ല അമ്പലത്തിനെതിരെ. ഞാൻ അമ്പലത്തിൽ വിശ്വസിക്കുന്ന ആളുമാണ്. അതായത് വേറൊരു മതവിശ്വാസിയോട് ഞാൻ പറയും, നിങ്ങൾ കൊണ്ട കൊടുക്കും, ഞാൻ കൊടുക്കത്തില്ല. കാരണം ഇത് പരാതി കൊടുത്താൽ ആ കോളാമ്പി മാറ്റിക്കാൻ എനിക്കറിയാം, നിയമമുണ്ടെന്നറിയാം. പക്ഷെ ഞാൻ അതിനകത്ത് അപ്പോൾ ഒരു ജാതി പോലെ ആകും. തന്നെ ഞാൻ അമ്പലത്തിനെ വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ ഞാൻ ശരിക്കും വിഷമിച്ചിട്ടുണ്ട് സാറേ ഈ ഒരു വിഷയത്തില് ഒത്തിരി. കാരണം ഈ നേരത്തെ ഒത്തിരി പേര് പറഞ്ഞു ജാതി മതം, അത് കറക്റ്റാ. ഒത്തിരി പേര് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടോണ്ടിരിക്കുക. അത് ഇങ്ങനെയുള്ള വിഷയത്തിന് അത് ഞങ്ങൾക്ക് ഒരു TV വെക്കാൻ പറ്റത്തില്ല, ഒരു ഫോൺ വന്നാൽ എടുക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് യാതൊരുവിധ ഇതും കിട്ടത്തില്ല. പിന്നെ 10 മണിയാകുമ്പോൾ നിർത്തുമായിരിക്കും. പക്ഷെ എന്നാൽ അത് ഒരാൾ പറയുന്നത് കേട്ടു അമ്പലത്തിൽ വെച്ചു, അത് കോമ്പൗണ്ടിൽ കേൾക്കാം. ഞാനും അമ്പലത്തിൽ പോയി കേൾക്കുന്ന ആ കോമ്പൗണ്ടിൽ മാത്രം മതി. ഈ വലിയ മരത്തിന് മുകളിൽ നിന്ന് വെച്ചിട്ട് ഈ നാട് മുഴുവൻ കേൾപ്പിച്ച് ഇത് ശരിക്കും പറഞ്ഞാൽ ദ്രോഹം തന്നെയാണ്. അത് സാറേ, അത് ഈ വിഷയം സാറ് നല്ല പോലെ എടുത്തതില് സാറിനെ അഭിനന്ദിക്കുന്നു. ഞാൻ എന്നും സാറിന് നമുക്കറിയാം ശ്രീ തോമസ്, പലപ്പോഴും ആളുകൾക്ക് തോമസ് പറഞ്ഞതുപോലെയുള്ള പ്രയാസങ്ങളുണ്ട്. നമ്മളുമായി ബന്ധപ്പെട്ട മതത്തിൽപ്പെട്ട ആരാധനാലയമല്ല അവിടുത്തെ ഒരു പരിപാടിയാണെങ്കിൽ, അതിന് ഏതോ ആയിക്കോട്ടെ, ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ, മറ്റൊരുടെ ആണെങ്കിൽ ഒരാൾ പരാതി കൊടുത്താൽ അയാൾ ഒരു മുസ്ലിമാണ് ക്രിസ്ത്യാനിക്കെതിരെ പരാതി കൊടുത്തത്, അല്ലെങ്കിൽ ഹിന്ദുവാണ് മുസ്ലിമിനെതിരെ പരാതി കൊടുത്തത്, അല്ലെങ്കിൽ തിരിച്ചുമൊക്കെ മറിച്ചുമൊക്കെ പറഞ്ഞ് അതിനെ മറ്റൊരു കളറിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമൂഹം കൂടിയാണ്. അത് യാഥാർത്ഥ്യമാണ്. പലപ്പോഴും പോലീസും പഠിക്കുന്നത് അതുകൊണ്ടാണ്. പള്ളിയായിരുന്നു ഞാൻ തീർച്ചയായിട്ടും ഞാൻ അതിന് പരാതി കൊടുക്കുമായിരുന്നു. ശ്രീ പള്ളിയായാലും അമ്പലമായാലും എവിടെയായാലും അത്തരം കാര്യങ്ങൾ മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നെങ്കിൽ പരാതി കൊടുക്കുക തന്നെ വേണം. അതിനകത്ത് സംശയം. നമ്മുടെ സമൂഹം അങ്ങനെയാണ് സാറേ, പറ്റത്തില്ല. താങ്കളുടെ പ്രയാസം എനിക്ക് മനസ്സിലാവുന്നു. പലപ്പോഴും അങ്ങനെ പരാതിയെ കൊടുക്കുന്ന ആളുകൾക്ക് നേരെയൊക്കെ ആളുകൾ പ്രതികരിക്കുന്നത് നിങ്ങൾ ഹിന്ദുവാണ്, മുസ്ലിമാണ്. ഞാൻ നിസ്സാരമായ ഒരു പരാതി കൊടുത്തതിന് ഞാൻ ഒത്തിരി അനുഭവിച്ചു. എന്റെ 22,000 രൂപ പോയെ. എനിക്ക് പ്രഷറിന് മരുന്ന് മേടിക്കാൻ എന്റെ ഹെൽത്ത് സെന്ററിൽ ചെന്നപ്പോഴത്തേക്ക് അവർ വെള്ളിയാഴ്ച മാത്രമേ പ്രഷർ നോക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് ആദ്യമേ DMIക്ക് പരാതി കൊടുത്തു. പിന്നെ ഞാൻ മനുഷ്യാവകാശ കമ്മീഷൻ വരെ എത്തി. പക്ഷെ മനുഷ്യാവകാശ കമ്മീഷൻ ഓർഡർ കിട്ടും. പക്ഷെ എന്നാലും ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിക്കാർ പറഞ്ഞ് എന്തിനാണ് തോമാച്ച 2 രൂപയുടെ കാര്യമല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണോ? ഞാൻ കമ്മ്യൂണിസ്റ്റ് വരുന്നവൻ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനല്ലേ എന്ന് പറഞ്ഞ് ഞാൻ എന്റെ മോന്റെ കല്യാണം ഉറപ്പിക്കുന്ന സമയത്ത് അവരെല്ലാരും കൂടി ഒത്തുകൊണ്ട് 40 പേര് വീട്ടിൽ വന്നതിന് എന്റെ അയൽവക്കക്കാർ കേസെടുപ്പിച്ചിട്ട് ഞാൻ 22,000 രൂപ അടക്കേണ്ടി വന്നു. ഇത് ഞാൻ ചുരുക്കി പറഞ്ഞാണ്. സങ്കടമുള്ള വ്യക്തിയാണ്. പൊതുക്കാര്യത്തിൽ സങ്കടത്തോട് ഞാൻ ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ. എന്റെ പാർട്ടിക്കാർ എന്നെ ദ്രോഹിച്ചത്. ഇതൊക്കെ എന്ന് പറഞ്ഞത് സംഭവം നടന്ന സംഭവമാണ്. എന്റെയൊക്കെ അടച്ചതിന്റെ രസീത് ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്. 72,000 രൂപയാണ് ഞാൻ ഫൈൻ അടക്കേണ്ടി വന്നത്. അതെന്തിനു വേണ്ടിയാണ് അടക്കേണ്ടി വന്നത്? സാറേ, ഇതാ ഞാൻ എന്റെ പാർട്ടിയിൽപ്പെട്ടവരോട് ചോദിച്ചു, ഇത് പാർട്ടി തന്നെ പറഞ്ഞു ഇങ്ങനെ വിഷയം. അപ്പൊ പറയാണ്, നിങ്ങൾ ഒരു 2 രൂപ കൊടുത്തോ എവിടെയെങ്കിലും പ്രശ്നം നോക്കിയാൽ പോരെ, ഇതിന് ഇത്ര നിയമത്തിന്റെ പുറകെ പോകണമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണോ എന്ന് ഞാൻ ചോദിച്ചു. അതാണ് ശരിയായ ചോദ്യം. അതാണ് എന്നോടുണ്ടായ വൈരാഗ്യം. അവസാനം നിയമം എനിക്ക് കിട്ടി. ഇപ്പൊ ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയിലെ എല്ലാ സ്ഥലത്തും ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും പ്രഷർ നോക്കിയിട്ടേ ഡോക്ടർ മരുന്ന് കൊടുക്കത്തുള്ളൂ. എന്തായാലും എന്തെല്ലാം നഷ്ടങ്ങൾ ഉണ്ടായാലും പ്രഷർ നോക്കാൻ ചെല്ലുന്ന, സ്ഥിരം പ്രഷർ നോക്കേണ്ടി വരുന്ന രോഗികളായ എത്രയോ മനുഷ്യർക്ക് ആശ്വാസകരമായ ഒരു തീരുമാനം എടുപ്പിക്കാൻ താങ്കൾ കഴിഞ്ഞതിൽ തീർച്ചയായും താങ്കളെ പൂർണ്ണമായും നമ്മൾ അഭിനന്ദിക്കുന്നു. ആരായാലും ഇത്തരം പാർട്ടിക്കാരുണ്ടെങ്കിൽ ഏത് പാർട്ടിക്കായാലും ആ പാർട്ടി പ്രവർത്തകർ ആ പാർട്ടിക്ക് തന്നെ ബാധ്യതയാണ്. അതിന് ഏത് പാർട്ടിയായാലും അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഓരോ പാർട്ടികളെ, ഇത്തരം പ്രവർത്തകരാണ് അതാത് പാർട്ടികളെ പലപ്പോഴും തോൽപ്പിക്കുന്നത്. ഞാൻ പിന്നെ പാർട്ടി തോൽപ്പിക്കാനൊന്നും പോയിട്ടില്ല. അതല്ല ഞാൻ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ ആളുകളോട് പെരുമാറിയാൽ സാധാരണഗതിയിൽ അതിന് ഏത് പാർട്ടി ആയിക്കോട്ടെ അങ്ങനെ പെരുമാറി കഴിഞ്ഞാൽ ഈ ലോക്കലിലെ ഏതെങ്കിലും നേതാവായിരിക്കും പ്രവർത്തിക്കുന്നത്. പക്ഷേ ആളുകൾക്ക് ദേഷ്യം ഉണ്ടാകുന്ന ആ പാർട്ടി സംവിധാനത്തോടായിരിക്കുമല്ലോ ദേഷ്യം ഉണ്ടാകുന്നത്. നടന്നില്ല, നല്ല പരിപാടിയായിരുന്നു. ശരി, ഓക്കെ. ശ്രീ രമേശാണ്, രമേശ് സുകുമാരൻ, പാലക്കാട്. ശ്രീ രമേശ് സുകുമാരൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്?
ശ്രീ കിരൺ, ഞാൻ യൂട്യൂബിൽ ഒരു പോസ്റ്റ് കണ്ടിട്ടാണ് പെട്ടെന്ന് കോൾ ചെയ്തത്. അതായത് ഇത് നിയമം കേരളത്തിൽ നടപ്പിലാക്കിയതാണോ അതോ ബംഗാളിൽ നടപ്പിലാക്കിയതിനെ കുറിച്ചാണോ വിഷയം? അല്ല, ഇത് കേരളത്തിൽ ഇത് നേരത്തെ തന്നെ എല്ലാ സംസ്ഥാനത്തും നടപ്പാക്കിയതാണ്. കേരളത്തിൽ താരതമ്യേന മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മെച്ചമാണ്. ഇവിടെ ഇപ്പോൾ അങ്ങനെ ഈ കോളാമ്പിയുടെ ഉപയോഗം ഇല്ല എന്നല്ല പറയുന്നത്. നമ്മൾ പല പോലീസുകാരോടും അടക്കം അന്വേഷിച്ചു. കോളാമ്പി ഉപയോഗിക്കുന്നുണ്ട്. ഈ സ്പീക്കറിനകത്തൊക്കെ വെച്ച് കോളാമ്പികൾ ചില സ്ഥലങ്ങളിലെങ്കിലും കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.